That's my car. എന്താ സണ്ട് സാറേ എന്നോട് ഈ കുറച്ചത് വേണ്ടായിരുന്നു. തന്നോട് ഞാൻ എന്ത് പുണ്ണാക്കാ കാണിച്ചത്? നിന്റെ തോന്നിയാസം കുറെ കൂടി പോകുന്നുണ്ട്. ഞാൻ എന്ത് കാണിച്ചെന്ന് അച്ചായി പറയുന്നത്? ഇന്ന് കാലത്ത് നീ ടിവിക്കാർക്ക് ഇന്റർവ്യൂ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ഞാൻ അയച്ചല്ലോ ആളെ. ആരെ? അയ്യരെ അയച്ചു. നിന്നെ ഇന്റർവ്യൂ വന്നിട്ട് അയ്യർക്ക് എന്താ കാര്യം? എനിക്ക് എന്താ കാര്യം? സാറ് പറഞ്ഞിട്ടില്ലേ ഞാൻ പോയത്? ഞാൻ ഇനി എന്ത് ചെയ്യും? സാർ അവിടെ വരെ ചെന്നില്ലെങ്കിൽ അവരെന്നെ കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ. അത്ര ശല്യം കുറഞ്ഞിരിക്കുമല്ലോ. മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ഇന്റർവ്യൂ. സാറേ സാറേ സണ്ണി കുഞ്ഞേ, നീ പോകുന്നുണ്ടോ? എന്റെ പൊന്നച്ചായി, ഈ ഇന്റർവ്യൂവും ഈ അപ്പോയിന്റ്മെന്റും എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ആ മുഹമ്മദ് അലിയും സോറി അവന്റെ ചീനക്കാരൻ ബോസും കൂടെ ഉണ്ടാക്കുന്ന പണിയാ. ഒരു ഓളം ഉണ്ടാക്കി നമ്മളെങ്ങാനും ശ്രദ്ധയപ്പെട്ടു പോയാലുണ്ടല്ലോ, നമ്മുടെയോ നമ്മുടെ കമ്പനിക്കെതിരെയോ ആരെന്ത് ആരോപണം ഉണ്ടാക്കിയാലും ഇതേ വാർത്താ പ്രാധാന്യത്തോടു കൂടി അന്നും ഈ ടി വിക്കാരും പേപ്പറുകാരും ഇത് കൊടുക്കും. ഈ കാടളക്കെയുള്ള വേട്ട തൽക്കാലം വേണ്ടാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. നേരത്തെ അത് ഞാൻ അടിച്ചു പൂക്കിട്ടായിരുന്നു. ആ പെണ്ണ് വന്ന് തിരിഞ്ഞളിച്ചപ്പോ കൊടുത്തു പോയതല്ലേ. ഇയാളെ അയച്ചപ്പോഴേ എനിക്കറിയാം ഇത് കുളമാക്കുന്നത്. തനിക്കിപ്പോ എന്താ വേണ്ടത്? എന്നാ വാ. In this week's program, we are introducing to you Mr. Sunny Palamattam, Chairman and Managing Director, Sunny Group of Companies. Mr. Sunny, who hails from Kerala, started his business in Singapore just 5 years back. And today, their company is the #1 construction and real estate development company in Singapore. Well, Mr. Sunny, what makes you so dynamic and successful in this short period? I think it's my... To the camera, please. Well, I think it's my hard work, my sincerity, my commitments, and above all, his blessings. Mr. Sunny? Excuse me. Hello? താൻ ആരാ? എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ഇതിയാനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്. പിന്നെ എവിടുന്നാന്ന് ചോദിച്ചാ എന്റെ ബെഡ്റൂമിൽ നിന്ന്. അപ്പൊ സംശയം ഇന്റർവ്യൂ എങ്ങനെ കാണുന്നു എന്നല്ലേ? ഇഷ്ടമുള്ളവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു യന്ത്രം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു. പിന്നെ ആ ഇന്റർവ്യൂ മുറിന്ന് പുറത്തിറങ്ങി കാണാൻ കൊള്ളാവുന്ന വല്ലയിടത്തും വെച്ച് കവർ ചെയ്യാൻ ആ കഴുതകളോട് പറ. ഓക്കേ? നമ്മുടെ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് ഷൂട്ട് ചെയ്യാം. അപ്പൊ കാണാൻ നന്നായിരിക്കും. തീർച്ചയായും. സാറിന് തിരക്കാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾക്കും കാണുന്നവർക്കൊക്കെ ഇഷ്ടം പുറത്തു വെച്ച് എടുക്കുന്നത് തന്നെയാണ്. Mr. Sunny, can you tell us about your future plans and personal life? Okay, my future plans, you know, our company is going to construct the tallest hotel. Excuse me. Hello? ഇന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് അറിഞ്ഞ് ഞാനൊരു സ്റ്റൈൽ ഹാറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഹാറ്റോ? നിങ്ങളുടെ കാറിന്റെ ഡാഷ്ബോർഡിൽ കിടപ്പുണ്ട്. എടുത്താട്ടെ. Excuse me. I'll be back. 1 second. വേഗം തുറന്നെടുക്കടോ. Yes. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? നൈസ് നൈസ്. കൊള്ളാം കൊള്ളാം. താങ്ക് യു. എന്താ നിന്റെ തീരുമാനം? അതിനെ തന്നെ ആലോചിച്ചാലോ? നിന്റെ അമ്മച്ചി പറയുന്നത് എന്റെ താല്പര്യക്കുറവുകൊണ്ടാ നിന്റെ കല്യാണം നടക്കാത്തെന്നാ. ഇന്നലെ രാത്രിയും വിളിച്ചിരുന്നു. എന്റെ അച്ചായ, ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. ഒരു പെണ്ണാണെങ്കിൽ ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ, മറ്റൊരു പെണ്ണാണെങ്കിൽ ഫോൺ വിളിയോട് ഫോൺ വിളി. ഒരു കാര്യം ഷുവറാണ്, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് എന്റെ തലയെ കയറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്.
ഓക്കെ ശരി, ഗുഡ് നൈറ്റ്. ആ സണ്ണി ഇല്ല, ഇരിക്കുന്ന ഞാൻ ഇറങ്ങുന്നു. ഇച്ചിരി മാറി. ഗുഡ് നൈറ്റ്. Are you staying here? Thank you. Eh? Thank you so much, sir. Okay, can I meet you tomorrow at Water Sports Club? Huh? Hey! Hello! See you sometime later. Okay lah. Hello. Hello. See you sometime later. എന്നത്തിനാ ഇനിയും കാണുന്നത്? ആരെ കാണുന്ന കാര്യ? എന്തിനാ ആ പെണ്ണിനോട് ഇനിയും കാണാന്ന് പറഞ്ഞത്? അത് ആൾക്കാർ യാത്ര പറയുമ്പോ പറയുന്ന ഒരു ഫോർമാലിറ്റി വാക്കല്ലേ. അപ്പൊ ആ പെണ്ണിന് ലിഫ്റ്റ് കൊടുത്തതോ? അതാ സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്തല്ലേ. ഇതൊക്കെ വലിയ കാര്യമാക്കേണ്ട പ്രശ്നമുണ്ടോ? ഉണ്ട്, പ്രശ്നമുണ്ട്. ഒരാളോട് കൂടുതൽ അടുക്കുന്നതും സംസാരിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. എന്റെ മാത്രം. ഇത് ഞാൻ എന്റെ അല്ലേ.